യെസ്, വേൾഡ് കപ്പിന്റെ ഇടയിൽ ലിവർപൂളിന്റെ വക ഒരു ബോംബ. വിക്ടർ മൂഞ്ഞോസ് വില്ലനുവേവ. എനിക്ക് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ വിൽ ബി വിക്ടർ എന്ന് തോന്നുന്നു. സ്പാനിഷിൽ എല്ലാവരും വിക്ടർ എന്ന് പറയാ, വി പറയാറില്ല. ഒന്നാമത് അധികം ഇവന്റെ കളി കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്കൊന്നും ആരും അവകാശപ്പെടാൻ പോകുന്നില്ല. ഒസസുണയുടെ കളിയൊക്കെ ഇരുന്ന് കാണുന്നു, നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും അറിയാം തള്ളാണെന്ന്, പറയുന്നവർക്കും അറിയാം തള്ളാണെന്ന്. അപ്പോ നമുക്ക് ഇവനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് പുള്ളിയുടെ ക്രെഡൻഷ്യൽസും മറ്റുള്ളവർ പറഞ്ഞ കേട്ടറിവും വെച്ച് മാത്രമാണ്. പേഴ്സണലി ഞാൻ ഗ്രൂപ്പുകളിൽ പറയാറുണ്ട്, നമുക്കൊരു ലിവർപൂൾ ട്രാൻസ്ഫർ ഡിസ്കഷൻ വന്നിട്ടില്ല. നമ്മളത് ഇത്ര നേരത്തെ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്ന വിചാരിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യാത്തതാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ സമ്മറിലെ ലിവർപൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം ഒരു സ്ക്വാഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യം ക്ലോപ്പ് തുടങ്ങിയ പണി, അതായത് ഒരു 23 പേര് ഉണ്ടാക്കിയെടുക്കണം. അപ്പോ അതിന് പറ്റിയ ഒരു നമ്മൾ ഈ കഴിഞ്ഞ സമ്മറിൽ ചെയ്ത പോലെ 100-150 മില്യണും കൊടുത്ത് 1-2 പ്ലെയറെ മേടിക്കാതെ പൊട്ടൻഷ്യൽ ഉള്ള യങ് പ്ലെയേഴ്സിനെ മേടിക്കുന്ന FSGയുടെയും മൈക്കിൾ എഡ്വേർഡ്സിന്റെയും മെത്തേഡ് തിരിച്ച് അതിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളാണ്. അതിലാണ് എനിക്ക് ഏറ്റവും ഈ ട്രാൻസ്ഫറിൽ പ്രതീക്ഷ. ഞാൻ ആദ്യം എല്ലാ പാനലിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇതിനെ കുറിച്ച് വായിക്കാത്തതും അറിയാത്തതുമായ ഓഡിയൻസിന് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ പറയാം. ബാഴ്സലോണയിൽ ജനിച്ച പ്ലെയർ ആണ്, ലാ മാസിയ പ്രൊഡക്റ്റ് ആണ്. അവിടുന്ന് നേരെ റയൽ മാഡ്രിഡ് യൂത്ത് ടീമിൽ കളിച്ചു, യുഎഫ യൂത്ത് ലീഗിൽ കളിച്ചു, റിസർവ് ടീമിൽ ഉണ്ടായിരുന്നു. കസ്റ്റിയ അറിയാം എല്ലാവർക്കും, റയൽ മാഡ്രിഡിന്റെ അക്കാഡമി സൈഡ് സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്നതാണ്. അവിടെ കളിച്ചു, 2 മിനിറ്റ് ലാലീഗയിൽ കളിച്ചു, ക്ലബ് വേൾഡ് കപ്പ് കളിച്ചു. അവിടുന്ന് ഒസസൂണയിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു, 5 മില്യൺ. അത് കഴിഞ്ഞ് എൽച്ചയുടെ കൂടെ ഫസ്റ്റ് ഗോൾ അടിച്ചു. സ്പെയിനിന് വേണ്ടി കളിച്ചു 3-0 സെർബിയയുടെ കൂടെ. ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് എനിക്ക് ഏറ്റവും ഇംപ്രസ് ആയ കാര്യം, സ്പെയിനിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കയറി എന്നുള്ളതാണ്. അത് അത്ര ചില്ലറ കാര്യമല്ല. അതിൽ ഒരുപാട് നമുക്ക് പൊട്ടൻഷ്യൽ സന്തോഷിക്കാനും ആഘോഷിക്കാനും ഉണ്ട്. വിങ്ങറാണ്, ഫോർവേഡാണ്, ഫ്രണ്ട് ലൈനിൽ എവിടെയും കളിക്കും, നമ്മുടെ ഫോർവേഡ് ലൈനിൽ ഒരാളായി നിൽക്കും. ഞാൻ ഭയങ്കര ക്വിക്കാണ് പുള്ളി, കണ്ടാൽ തോന്നില്ല, പക്ഷെ ക്വിക്ക് പ്ലെയർ ആണ്. ലിവർപൂൾ ഫാൻസിന് ഒരു റെഫറൻസ് പ്ലെയർ എന്ന് പറയാൻ എല്ലാവരും പറയുന്ന ഒരു പ്ലെയർ പഴയ ക്രേഗ് ബെല്ലമിയുടെ ഒരു ഫ്രഞ്ച് വേർഷൻ, സ്പാനിഷ് വേർഷൻ എന്നാണ്. അപ്പോ ആന്റോണി ഇറയോള ഇപ്പം നമ്മുടെ റാഫ ബെനിറ്റേസ് വന്നപ്പോ സ്പെയിനിൽ നിന്ന് വന്ന പോലെ ഇറയോള തുടങ്ങുന്നത് തന്നെ സ്പെയിനിന്റെ യങ് പ്ലെയറിൽ നിന്നാണ്. അതിൽ തന്നെ സ്പെയിൻ ഫാനായ സ്വരൂപിന് കുറച്ചും കൂടി ഇവനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വരൂപ് പറടാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ സ്പെയിനിൽ നിന്ന് തന്നെ ഒരു പ്ലെയർ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു സ്പാനിഷ് പ്ലെയർ വരികയാണ്. എക്സൈറ്റഡ് ആണ്. അവന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അലൈറ്റ് പേസ് ആണ് എന്ന് പറഞ്ഞാൽ നല്ല പേസ് ആണ്. ടോപ്പ് പേസി വിങ്ങേഴ്സിൽ പെടുത്താവുന്ന, മീൻസ് അരയോളയുടെ സ്റ്റൈലിനും ഇപ്പൊ എക്സാമ്പിൾ സെമന്യോ കളിച്ചേർന്ന പോലെ ലിവർപൂളിന് വേണ്ടി കളിക്കാൻ പോകുന്ന ഒരു പ്ലെയർ ആയിട്ട് വരികയാണ്. അപ്പൊ അതില് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിംഗ്, ഈ കൗണ്ടർ അറ്റാക്കിംഗ്സിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ബോൾ കാരിയറാണ്, ക്ലോസ് കൺട്രോള്, ബോൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. ബട്ട് അയാളുടെ ഫിനിഷിങ്ങോ ഫൈനൽ തേർഡിലുള്ള കോൺട്രിബ്യൂഷനോ അത് ഇപ്പോഴും അപ് ടു മാർക്ക് ആയിട്ടില്ല. മീൻസ് നമ്മുടെ നമ്മുടെ ലിവർപൂളിന് വേണ്ടി ഒരു പ്ലെയറെ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടില്ല. മീൻസ് അത് ഇനി ഇറയോളയുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത് എങ്ങനെ ഡെവലപ്പ് ആവണമെന്ന് നോക്കാം. ഹീസ് ടു യങ്, നല്ല ഏജ് ആണ്. റിയോന് നല്ലൊരു കോമ്പറ്റീഷനും കൊടുക്കും. ഓൾ ഗുഡ്. യെസ്. എങ്ങനെയാണ് ഡീല് വരുന്നത്? 35 മില്യൺ എന്തോ ഞാൻ കേട്ടത് അല്ലേ? റിലീസ് ക്ലോസ് ആണ് 34 പോയിന്റ് സംതിങ് നമ്മുടെ മെയിൻ ഐറ്റമാണ് റിലീസ് ക്ലോസ്. എങ്ങനെ? നമ്മുടെ മെയിൻ ഐറ്റമാണ് റിലീസ് ക്ലോസ്.
നെഗോഷിയേറ്റ് ചെയ്യണ്ടല്ലോ, പോവാ അവിടെ കൊടുക്കാതെ തിരിച്ചു വരിക. പക്ഷെ ആ കൊടുക്കുന്നതിൽ തന്നെ പകുതി 17 മില്യൺ എങ്ങാനും റയലിനാ പോകുന്നുള്ളത്. സോ റയൽ മാഡ്രിഡ് നേരത്തെ പറഞ്ഞ പോലെ കെസ്റ്റിയെ കളിച്ചതും പിന്നെ റയൽ മാഡ്രിഡ് ആണ് ഒസാസുനക്ക് വിൽക്കുന്നതും. സോ ആ അറൌണ്ട് 45-50% ഈ ട്രാൻസ്ഫർ ചെയ്തിട്ട് 50% എങ്ങാനും റയലിന് വാങ്ങണം. സോ റയൽ ഒരു ഹോപ്പ് വെച്ച പ്ലെയർ തന്നെയായിരുന്നു. റയലിന് അവർക്ക് വേണം എന്ന് തോന്നുന്ന പ്ലേയേഴ്സിന് അവർ ചെയ്യുന്ന 2 പണികളാണ്. ഒന്ന് ബൈബാക്ക് ലോസും അല്ലാന്നുണ്ടെങ്കിൽ എത്ര ക്യാഷ് എന്നുള്ളത്. ഇവന്റെ കേസിൽ ബൈബാക്ക് വെച്ചിട്ടില്ല എന്ന് ഫാബ്രീസിയോ പറയുന്നുണ്ട്, പക്ഷെ ഉണ്ട് എന്ന് AS പറയുന്നുണ്ട്. അത് ക്ലിയർ അല്ല എവിടെയാന്നുള്ളത്. പക്ഷെ 50% ഉണ്ട്. റൈറ്റ് റിഫ്യൂസൽ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം റയല് പറയും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നുള്ളത്. സോ വിച്ച് സേസ് ഇമ്പോർട്ടൻസ് ഓഫ് എ പ്ലെയർ. റയൽ എത്രയോ പ്ലേയേഴ്സിനെ വെക്കുന്നുണ്ട്, പക്ഷെ അതില് ഒരു 20% പ്രോബബ്ലി വിൽ ഹാവ് ദാറ്റ് ഈ ഒരു ക്ലോസസ് എന്തെങ്കിലും വെക്കുന്നത്. ദേ മൈറ്റ് ഹാവ് സീൻ സംതിങ്. പക്ഷെ അവർക്ക് അഗൈൻ റൈറ്റ് ഫൂട്ടഡ് ലെഫ്റ്റ് വിംഗറിന് ആവശ്യമില്ല. അവരെ സംബന്ധിച്ചോളം വിനി ആയാലും എംബപ്പേനെ ഇവർ മറികടന്ന് വരാനുള്ള പ്ലെയർ അല്ല. ബട്ട് ക്യാഷ് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ബൈബാക്ക് വെക്കാണ്ട് 50% ട്രാൻസ്ഫർ ഫീന്റെ ഇത് ചെയ്തത്. സോ ദർ ഈസ് സം ഹോപ്പ്. റയൽ മാഡ്രിഡ് പോയിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു ബിഡിൽ ഇങ്ങനത്തെ ക്ലോസ് അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ഗുഡ്. യെസ്, എന്തായാലും അതെ, നമ്മുടെ ലാമാസിയിലും കളിച്ച് കെസ്റ്റിയയിലും കളിച്ച് വരുന്നൊരു പ്ലെയർ വളരെ റയർ ആയിരിക്കും. പ്രത്യേകിച്ച് സ്പാനിഷ് പ്ലേയേഴ്സിന് അറിയാം, ഇങ്ങനെ ട്രാൻസ്ഫറുകളും ഒന്നും സംഭവിക്കാത്ത ഒരു ഏരിയ ആണത് അക്കാഡമി പ്ലേയേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. സദീപ്, ഒരു ടിപ്പിക്കൽ FSG എഡ്വേർഡ്സ് സൈനിങ് എന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ ലിവർപൂൾ ഫാൻ ഗ്രൂപ്പിലായാലും ലിവർപൂൾ ഫാൻസിന്റെ ഇടയിലും വലിയ ഡിസ്കഷനാണ് ഈ വിങ് ഫോർവേഡ് പൊസിഷനിൽ ആരെ സൈൻ ചെയ്യും. അപ്പൊ ഈ 100 മില്യൺ പ്ലേയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസ്കഷൻ മുഴുവനും. ബാർക്കോള, ഡയമണ്ടേ, അതുപോലെ ഓരോ പേരുകൾ, ഫ്രണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ പല പേരുകൾ ഇങ്ങനെ മാർക്കറ്റിൽ വരും. പക്ഷെ നമ്മള് ഇതുവരെ അങ്ങനെ കേക്ക് പോലും ചെയ്യാത്തൊരു പ്ലെയറാണ്. ഇപ്പോ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു കൺഫർമേഷൻ, ക്ലബ് മൗത്ത് പീസുകളുടെ കൺഫർമേഷൻ വരുന്നതിന് ആ സമയത്താണ് പെട്ടെന്ന് ഇത് അറിയണത്. അപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞു, മെഡിക്കലിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയായി, അതൊക്കെ റെഡിയായി. നമ്മൾ ഇതുപോലെ ഫാബിനിയോന്റെ ഒക്കെ ട്രാൻസ്ഫർ ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത് ഇതുപോലെയായിരുന്നു, ആരും പ്രതീക്ഷിച്ചു തന്നെയില്ല വേറൊരു ലീഗിൽ നിന്ന് അങ്ങനെ ഒരു പ്ലെയർ. വേറെ കുറെ പേരുകളായിരുന്നു ഇതുപോലെ ഡിസ്കഷൻ. അപ്പോ FSGയുടെ ഒരു ട്രേഡ് മാർക്ക്, ഒരു സ്റ്റൈലാണ് ഇങ്ങനെയുള്ള സൈനിങ്. ആർക്കും ഇതിന്റെ ഹിന്റ് കൊടുത്തില്ല. മാത്രമല്ല ഈ ജെയിംസ് പിയേഴ്സ് ഒക്കെ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് പറഞ്ഞുള്ളൂ വേൾഡ് കപ്പ് നടക്കുകയാണ്, അതിന്റെ ഇടയിൽ എന്തായാലും വേറെ സൈനിങ്സ് ഒന്നും നടക്കാൻ സാധ്യതയില്ല, ലിവർപൂൾ ഫാൻസ് പേഷ്യന്റ് ആവണം, വേൾഡ് കപ്പ് കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ സൈനിങ് നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ വേൾഡ് കപ്പിന്റെ ഇടയിൽ തന്നെ ഈ സൈനിങ് അങ്ങോട്ട് തീർക്കായിരുന്നു. അപ്പൊ അതവിടെ നേരത്തെ ഒരു ഹിന്റ് അങ്ങനെ ഇട്ടത്, എല്ലാം പുകമുറയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് ഡീൽ ചെയ്തു. അത് മാത്രമല്ല വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഡീലിന്. ഇപ്പോ ന്യൂകാസിൽ യുണൈറ്റഡ് ഈ ഡീല് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ന്യൂകാസിലിന്റെ നമ്മൾ ഇത് തന്നെ കണ്ടു റിപ്പീറ്റേഷൻ. ന്യൂകാസിലിന്റെ പ്ലെയർ സൈൻ ചെയ്യാൻ പോണ പ്ലെയറെ നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നതിന്റെ ഒരു അടുത്ത എപ്പിസോഡാണ് ഇത്. അവര് ഹ്യൂഗോ എക്കിറ്റിക്കെ അതുപോലെ കുറെ കാലം അവര് പിറകെ നടന്ന് എക്കിറ്റിക്കെ അവർക്ക് ഏകദേശം സൈനിങ് കൺഫർമേഷൻ ആവുന്നിട്ടുള്ളതിലാണ് പെട്ടെന്ന് ലിവർപൂൾ വന്നു, എക്കിറ്റിക്കെ റാഞ്ചി, അങ്ങനെ സംഭവിക്കുക. അപ്പൊ അതും ഒരു FSGയുടെ ഒരു ഇത് മാർക്ക് അതിലുണ്ട് എന്ന് പറയാം. എന്തായാലും ഈ ഡീലിന്റെ രീതി അങ്ങനെയാണെങ്കിൽ പറഞ്ഞ നേരെ ക്രിസ് പറഞ്ഞ പോലെ ഈ ഏജിലുള്ള സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറെ പ്ലേയേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് സൈൻ ചെയ്യുന്ന ഒരു ടെൻഡൻസി ചിലപ്പോ ഇതുപോലെ ആയിരിക്കാം. ചിലപ്പോ മറ്റ് പൊസിഷനിൽ നമ്മൾ ചെയ്യുക, ഇപ്പൊ മിഡ്ഫീൽഡിലേക്ക് ആയാലും എല്ലാം ചിലപ്പോ നമ്മൾ ആ പ്രതീക്ഷിക്കാത്ത പേരുകളായിരിക്കും വരാൻ പോകുന്നത്. അത് സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ തവണ ഹ്യൂഗ്സിന്റെ എറർ ഓഫ് ജഡ്ജ്മെന്റ് ആണോ അതോ സ്ലോട്ടിന്റെ ആണോ എന്നറിയില്ല. കാരണം അന്ന് സ്ലോട്ട് പറഞ്ഞിരുന്നു നമ്മുടെ സ്ക്വാഡ് വലിയ സ്ക്വാഡ് സൈസ് ആണ്, സ്ക്വാഡ് സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സ്ക്വാഡില് അധികം പ്ലേയേഴ്സ് വേണ്ട എന്നുള്ള അതില് ഡിസിഷൻ എന്തോ എടുത്തിട്ട് നമ്മള് ചെറിയ 100 മില്യൺ പ്ലേയേഴ്സിനെ മാത്രം നോക്കിയും സ്ക്വാഡിൽ ഒരുപാട് പ്ലേയേഴ്സ് പുറത്തേക്ക് പോയി, അതനുസരിച്ച് സ്ക്വാഡ് വലുതായില്ല. അപ്പോ
റീപ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ അതൊരു ഒരു എറർ കറക്ഷൻ ആണോ നടക്കണേ എന്നുള്ളത് കണ്ടറിയാം. അതിന്റെ ഒപ്പം തന്നെ ഇന്റൻസിറ്റി കൂടിയ ഫുട്ബോളാണ് റയോളയുടെ വരാൻ പോണത്. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ പ്ലേയേഴ്സ് വേണമെന്ന് തീരുമാനിച്ചായിരിക്കാം. കഴിഞ്ഞ സ്ലോട്ടിന്റെ സമയത്ത് ഇന്റൻസിറ്റി ഒന്ന് കുറച്ച് വലിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അപ്പൊ ഇഞ്ചറി കുറച്ച് ചെറിയ സ്കോഡ് മതി എന്നൊക്കെ ആയിരുന്നുണ്ടാവും വിചാരിച്ചത്. അതെല്ലാം പാളിപ്പോയി. സ്കോഡിന്റെ പ്രശ്നം വന്നു, ഇന്റൻസിറ്റി ഇല്ലാണ്ട് തന്നെ പ്ലേയേഴ്സിന് ഇഞ്ചറീസ് വന്നു, മറ്റേ ക്വാളിറ്റി ഉള്ള ഒരു സ്കോഡ് ഇല്ലാത്തതിന്റെ പ്രശ്നം സ്ലോട്ടിനെയും ബാധിച്ചു. അപ്പോൾ ഇത് നേരെ തിരിച്ച് റയോളയുടെ സമയത്ത് ക്ലോപ്പിന്റെ ഒരു ഉണ്ടായിരുന്ന സമയത്ത് പോലെ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാം, അപ്പൊ ഇന്റൻസിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിൽ പ്ലേയേഴ്സിനെ മാറ്റി മാറ്റി കളിപ്പിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പറ്റിയ അതിനൊക്കെ ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് മുനിയോസ്. സ്കോഡ് പ്ലെയർ തന്നെ ആയിട്ടായിരിക്കും. ലെഫ്റ്റിൽ കളിക്കാം, വേണമെങ്കിൽ സെന്ററിൽ കളിക്കാം, റൈറ്റിലും കളിക്കാം. ഓസസോണിയിൽ റൈറ്റിലും കളിച്ചിട്ടുണ്ട്. അപ്പോ മാത്രല്ല നമ്മുടെ ഈ ഒരു സ്റ്റൈലില് റയോള കളിക്കുന്ന സ്റ്റൈലിൽ വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട്, അതായത് ഡയറക്റ്റ് പ്ലെയർ ആണ്, വെർട്ടിക്കലായിട്ട് റൺസ് മേക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. അപ്പോ ഇതിന് പറ്റിയ ഇപ്പൊ നേരത്തെ സെമന്യോന്റെ ഒരു കാര്യം പറഞ്ഞു, സെമന്യോ ഒരു സ്റ്റൈലിൽ ഒരു പ്ലെയർ ആണ് റയോളയ്ക്കുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും. എനിക്കത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓടി. എന്തായാലും നമ്മുടെ സ്കോഡ് ഇനി വലുതാവും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഇതുപോലെ കാണാനും പൊസിഷൻ വൈസും വെർസറ്റാലിറ്റി വൈസും ഒരുപാട് ജോട്ടയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഒരു 5'8", 5'9" ഹൈറ്റ് വെച്ച് എല്ലാ പൊസിഷൻ കളിക്കും ഫ്രണ്ട് ത്രീയിൽ. ശരിക്കും ഇതൊരു ബാക്ക് ടു ക്ലോപ്പ് ഇറ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ബാക്ക് ടു ട്രഡീഷണൽ എഡ്വേർഡ്സ് സൈനിങ് ഫീല്. കാരണം ഇതിന്റെ എല്ലാ ഇതും എടുത്താൽ, മെട്രിക്സ് എടുത്താലും, അതായത് ഓബിൻ പറഞ്ഞ പോലെ, സ്വരൂപം പറഞ്ഞ പോലെ മുഴുവനായിട്ട് അങ്ങ് പഴുത്തിട്ടില്ല. പക്ഷെ ഒന്ന് പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 1.5 പ്ലെയറായി മാറാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ട്രേഡ്സ് എല്ലാം ഉണ്ട്. അതായത് അവരെപ്പോഴും നോക്കുന്ന ഒരു, ഇപ്പൊ ലിവർപൂൾ ഫാൻസിനെ ട്രാൻസ്ഫർ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എഡ്വേർഡ്സിന്റെ ഹ്യൂസ് ഞാൻ പറയുന്നില്ല, എഡ്വേർഡ്സിന്റെ ഒരു കീ, FSGയുടെയും കീ ഒരു സാധനം എന്ന് വെച്ചാൽ 22 years ബട്ട് എക്സ്പീരിയൻസ്ഡ്. അതായത് ഒരു 100 കരിയർ മാച്ചസ് കളിച്ചതായിരിക്കണം, 23 വയസ്സിൽ താഴെ ആയിരിക്കണം. ഈ 2 ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിരുന്നു ഗ്രാവൻബർച്ചും സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ തുടങ്ങിയ, പിന്നെ നമ്മള് FSG സൈൻ ചെയ്ത, എഡ്വേർഡ്സിന്റെ കാലത്ത് സൈൻ ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ്, എല്ലാ പ്ലേയേഴ്സും ആ ഒരു ക്രൈറ്റീരിയ വെച്ചാണ്. അവിടെയാണ് ശരിക്കും മുനിയോസിന്റെ ഇത് വരുന്നത്. കാരണം കരിയറിൽ 126 മാച്ച് കളിച്ചു, 23 വയസ്സും ആയിട്ടുള്ളൂ. സോ അടുത്ത മാസം 23 വയസ്സാവുന്നുള്ളൂ. സോ ബേസിക്കലി പ്രോപ്പർ സൈനിങ്. ഇനി ശരിക്കും നമ്മളിപ്പം വേർഡ്സ് ഓൾസോ സെയിം ഈ ക്രൈറ്റീരിയ ആയിരുന്നു. 21 വയസ്സ്, അണ്ടർ മോർ ദാൻ 100 ഗെയിംസ്, ഫ്രിംപോങ്, ഓൾ ഓഫ് ദം. അപ്പോ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്, ഇപ്പം ഇറയോള 2 കൊല്ലത്തെ കോൺട്രാക്ട് ആണ് സൈൻ ചെയ്തത് എങ്കിലും വി ആർ നൗ സ്റ്റാർട്ടിങ് എ പ്രോജക്ട്. ഒരു അടുത്ത ബാച്ച് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയും ഫോർവേഡ്സ് വരും എന്ന് പറയുന്നത്. ഡിയോമൻഡെ ലിങ്ക്ഡ് ആണ്. ഡിയോമൻഡെ ഓൾസോ ഈ ക്രൈറ്റീരിയ 100 ഗെയിംസ്, അണ്ടർ 20 ആ സാധനത്തിലേക്ക് വരുന്ന ഒരു പ്ലെയർ ആണ്. വേർ ഡു വി ഇനിയിപ്പോ ഫോർവേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇസാക്ക്, എക്കിറ്റിക്കെ, നമ്മുടെ ഗാക്പോ, മുനിയോസ്, കിയേസ, വരാറുള്ള റിയോ, ഡാൻസ് ആണ് പറയാനുള്ളത്. അക്കാഡമി ഞാൻ നോക്കുന്നില്ല. 6 ഫോർവേഡ്സ് വേണം. അതിൽ കിയേസ പോവുമായിരിക്കും. വേറെ റിയോ നമ്മൾ വിട്ടുപോയി. റിയോനെ ഞാൻ സീനിയർ ആയിട്ട് കണക്കാക്കുന്നു, അക്കാഡമിയിൽ കണക്കാക്കുന്നില്ല. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, സ്വരൂപിലേക്ക് വരാം, ലെഫ്റ്റ് വിങ്ങിൽ എനിക്ക് തോന്നുന്നു റിയോവും മുനിയോസും മാറി മാറി കളിക്കാനുള്ള സാധ്യത കാണുന്നു അല്ലെ? യെസ്, അത് തന്നെയോ. റിയോനും നല്ല മിനിറ്റ്സ് വേണം. പിന്നെ പുതിയ വന്ന പ്ലെയർ ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അവര് രണ്ടുപേരും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരുപാട് മാച്ച് ഉണ്ട്. ഇവൻ മുനോസിനെ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞില്ല.
അയാൾ ഇത്ര കാലം കളിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഇഞ്ചുറി ഫ്രീ ആണ്. ഇതേറെ ഇഞ്ചുറി വരാത്ത പ്ലെയർ ആണ്. ഇഞ്ചുറി റെക്കോർഡും നോക്കുമ്പോ ബേസിക്കലി ഇത്ര പേസി ഓടി കളിക്കുന്ന ഒരു പ്ലെയർ മസിൽ ഇഞ്ചുറീസ് ഒക്കെ എപ്പോഴെങ്കിലും സംഭവിക്കാവുന്നതാണ്. ബട്ട് ടച്ച് വുഡ് ഇതേവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അയാളുടെ കരിയറിൽ. ഇഞ്ചുറി കാരണം ബ്രേക്ക് ആക്കുന്ന മാച്ച് ഒന്നുമില്ല. സോ ഹി വിൽ ബി അവൈലബിൾ. ഇറയോളയുടെ ഇന്റൻസിറ്റി ട്രെയിനിങ്സിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആവും. കോമ്പറ്റീഷൻ ലെഫ്റ്റ് വിംഗിൽ അവർ രണ്ടുപേരും തമ്മിൽ തന്നെയാവും. ഓബിൻ ഉറങ്ങിയാ? ഇല്ല, അല്ല, ഓബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സോറി, ഇത് മാത്രം പോരാ അല്ലെ, മൂനിയോസ് മാത്രം പോരാ. ദർ നീഡ്സ് ടു ബി, ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, അതിൽ ശരിയാണോ തെറ്റാന്ന് പറയുന്നത്. 35 മില്യനേ ഉള്ളൂ മൂനിയോസ്. Is this a sign that we are going to sign a 100 million right winger? Probably. എന്ത് വന്നാലും ലെഫ്റ്റ് വിംഗും റൈറ്റ് വിംഗിലും 100 മില്യൺ പ്ലെയർ എന്നാലും പറ്റൂല. സോ നമുക്കൊരു വേൾഡ് ക്ലാസ് റൈറ്റ് വിംഗർ മേടിക്കാനുള്ള ഒരു ഡീലാണോ ഈ മൂനിയോസിനെ 35 മില്യൺ ഒരു ഹൈജാക്ക് ഡീലായിട്ട് വന്നിരിക്കുന്നത്? ആവാം, ബട്ട് മ്യൂനിയോസിന്റെ കേസിൽ എന്താ വൈ ഇറ്റ് മേക്സ് മോർ സെൻസ് പറഞ്ഞാല് ഹി ക്യാൻ പ്ലേ വിത്ത് ബോത്ത് ഫുട്സ്. നമ്മൾ യൂഷ്വലി ഇപ്പൊ റൈറ്റ് വിംഗർ അല്ലെങ്കിൽ ലെഫ്റ്റ് വിംഗർ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഫുട്ടും മറ്റേത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന സാധനമാണ്. ഇവന്റെ കേസിൽ അപ്പുറത്തിപ്പുറത്തും കളിച്ചിട്ടുണ്ട്, രണ്ട് സൈഡേ കട്ടിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഹി ഷൂട്ട്സ് വിത്ത് ബോത്ത് ലെഗ്സ്, റൈറ്റ്? അപ്പോ ഒരു സ്ക്വാഡ് പ്ലെയർ എന്നുള്ളതിന് കൂടുതൽ ഒരു റൊട്ടേറ്റബിൾ പ്ലെയർ പോലെ, അതായത് ഇപ്പുറത്തും കളിക്കാൻ പറ്റും അപ്പുറത്തും കളിക്കാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തത് സാദിയോ മാനെ റൈറ്റ് ഫുട്ടഡ് പ്ലെയർ മെയിൻലി, പക്ഷെ അവന്റെ ലെഫ്റ്റ് ഫുട്ടും പവർ ഉണ്ട്. സോ ഹി സ്റ്റാർട്ടഡ് ഫസ്റ്റ് സീസൺ റൈറ്റിൽ കളിച്ച്, സല വന്നപ്പോഴാണ് ലെഫ്റ്റിലേക്ക് പോയത്. മ്യൂനിയോസ് ക്യാൻ ഡു ദിസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേ ബി ഹി സ്റ്റാർട്ട്സ് ഓൺ റൈറ്റ് കുറച്ചു കാലത്തേക്ക്, പക്ഷെ അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് മാറണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു പ്ലെയർ. സോ ഒരു ബൈ ഡെഫിനിഷൻ സ്ക്വാഡ് പ്ലെയർ ആണ് അങ്ങനെയാണെങ്കിൽ, രണ്ട് അപ്പുറത്ത് തട്ടി കളിക്കാൻ പറ്റുന്നത്. ഹീസ് മോർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ഔട്ട് ഓഫ് പൊസിഷൻ ഫീൽ വരില്ല. അവിടെ വരെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, അതായത് സ്ക്വാഡ് പ്ലെയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെവലിൽ അല്ലാത്ത പ്ലെയർ എന്നല്ല. അതായത് ഐ തിങ്ക് ഇറയോളയുടെ സ്ക്വാഡ് ആയിരിക്കും മെയിൻ. ഇപ്പൊ സ്ലോട്ട് ചെയ്ത പോലെ ഫസ്റ്റ് ഫ്രണ്ട് ഒരു 11 വെച്ച് കളിച്ച് ആയിരിക്കില്ല. എല്ലാവരും കളിച്ച് ഇങ്ങനെ പോകുന്ന സിസ്റ്റത്തിലേക്കായിരിക്കും നമ്മൾ പോവാ. പിന്നെ ഒരു നേരത്തെ കോൺട്രാക്ടിന്റെ പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരു കാര്യം വിട്ടുപോയതുണ്ട്. നമ്മൾ ഒരു കഴിഞ്ഞ 4-5 സീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം 5 ഇയർ കോൺട്രാക്ട് ആണ് എല്ലാവർക്കും. ഇവന് 6 ഇയർ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്. സോ വി ആർ ഫൈൻഡിങ് സംതിങ് മോർ വാല്യുബിൾ. ഇവൻ 6 വർഷത്തേക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലോങ് ടേം കോൺട്രാക്ട് ഫോർ 22-23 ആയി. ഇപ്പം ഈ അടുത്ത മാസം 23 എങ്ങാനാവും. സോ 29 വരെയുള്ള എല്ലാ പീക്ക് ഇയറും ഇവിടെ കഴിയുന്ന രീതിയിൽ. സോ മേ ബി ദേ ആർ ഫൈൻഡിങ് മോർ ദാൻ ഫാൻസി നെയിംസ് അല്ലെങ്കിൽ പോലും മേ ബി ദേ ആർ ഫൈൻഡിങ് ഇറ്റ് ഓക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ യൂസ്ഫുൾ സ്ക്വാഡ് ഓർ യൂസ്ഫുൾ പ്ലെയർ. സുദീപ്, അതായത് ഇറയോള വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പേരുകളിൽ ഒരു പേരാണ് ശരിക്കും മൂനിയോസ്. ആ പേരായിട്ടല്ല നമ്മൾ പറഞ്ഞത്, ലാലിഗയിൽ നിന്ന് നല്ല ജെംസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നന്നായിരുന്നു. നമ്മൾ കേൾക്കാത്ത പ്ലേയേഴ്സ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞത് സത്യമായിട്ട്. അപ്പൊ ഒരു സ്പാനിഷ് ഇന്റർനാഷണൽ വേൾഡ് കപ്പ് പ്ലെയർ കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ, അതായത് ചില്ലറ കാര്യമൊന്നുമില്ല. ഇതിന്റെ പിറകെ നടക്കുന്ന വലിയൊരു വർക്ക്, അതിനെ സമ്മതിക്കാണ്ട് വയ്യ. ഇപ്പൊ ഈ ഇറയോള വന്നിട്ട് അത്ര അധികം സമയമായിട്ടില്ല. അപ്പോ ഈ ഒരു 2 ആഴ്ചയും കൊണ്ടായിരിക്കില്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മുടെ സ്കൗട്ടിംഗ് സിസ്റ്റത്തിൽ ഉള്ള പേരായിരിക്കും. സ്കൗട്ടിംഗ് ടീമിന്റെ അടുത്ത് വലിയൊരു ഡാറ്റ ഉണ്ടാവും ഓൾറെഡി മുനിയോസിനെ സംബന്ധിച്ച്. അപ്പൊ അതുപോലുള്ള കുറെ പ്ലേയേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പേരുകളാവില്ല, ഇതുപോലെ പല പ്ലേയേഴ്സിന്റെ ഇതും കിടക്കുന്നുണ്ടാവും നമ്മുടെ ഡാറ്റയിൽ. അപ്പോ
ഇവിടുന്ന് കുറച്ചും കൂടി ഈ പ്രീമിയർ ലീഗിൽ നിന്ന് അല്ലെങ്കിൽ RBL അങ്ങനെയുള്ള പ്രോപ്പർ സെല്ലിംഗ് ക്ലബ്സിൽ നിന്നൊക്കെ അവരൊക്കെ ഹൈ ഫീസാ ഡിമാൻഡ് ചെയ്യുക എപ്പോഴും, വലിയ എമൗണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ കുറച്ചും കൂടി പറ്റിയ കളിക്കാരെ പറ്റിയ ക്ലബിൽ നിന്നൊക്കെ കൂടി അങ്ങനെയും കൂടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോ ഡയമണ്ടയുടെ ഒക്കെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. ഡയമണ്ട് വലിയ ഫീസ് വേണം, അതുപോലെ വലിയ വേജ് വരും, അതുപോലെ വേറെ PSG പോലെയുള്ള ടീംസും അതിൽ കയറി വരുന്നുണ്ട് ഈ ട്രാൻസ്ഫറിൽ. അപ്പൊ എളുപ്പമല്ല. സ്വരൂപ് ഇവന്റെ കളി കണ്ടിട്ടുണ്ടോടാ? കളി നമ്മൾ അങ്ങനെ ഇരുന്ന് കണ്ടിട്ടൊന്നുമില്ല. നമ്മള് വീഡിയോസ് എല്ലാം എന്റെ കണ്ടിട്ടില്ല ആളുടെ. ഓക്കെ, എനിക്ക് ഡൗട്ട് എന്താ അറിയോ, എല്ലാരോടുമാണ് ഫ്രണ്ട് 3-യിൽ കളിക്കാൻ പറ്റും എന്ന് പറയുമ്പോ എന്ത് വന്നാലും ഡിസംബർ ജനുവരി വരെ എക്കിറ്റിക്ക് ഇല്ല. അപ്പോ അവിടേക്കും ഒരു ഓപ്ഷൻ ആയിട്ട് വരുമോ, അതോ നമ്മള് വേറെ സൈനിങ് അവിടെ സാധ്യതയുണ്ടോ? ഒരു ലോൺ ഡീലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഡീൽ? ഡാൻസ് ആയിരിക്കും ഇവന് നമ്പർ 9 ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല. ഒരു നമ്പർ 9 എന്ന് പറയുന്നത്, പക്ഷെ ക്ലോസസ്റ്റ് ടു ദാറ്റ് എന്ന് പറയുമ്പോ ഒരു ജോട്ട പോലെ. ഈസ് നോട്ട് നമ്പർ 9. അതെ അതെ, ആ ഒരു മോൾഡിൽ വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇതൊക്കെ ഹൈലൈറ്റ്സ് വെച്ച് പറയുന്നതാണ്. ലൈവ് 90 അതിലും എനിക്ക് ഇഷ്യൂസ് ഉണ്ട്. അതിലും ഇഷ്യൂസ് ഉണ്ട്. യോട്ടയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോട്ട ഒക്കെ നല്ല ഫിനിഷേഴ്സ് ആണ്. അവന് ക്വിക്ക് ഡിസിഷനിൽ അവൻ കിക്ക് ചെയ്ത് മീൻസ് ഷൂട്ട് ചെയ്യും. ആ ഷിന്നോണ്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഗോളാക്കണ കണ്ടിട്ടുണ്ട്. മീൻസ് വെയിറ്റ് ചെയ്യില്ല. ഒരു ചെറിയ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, അവന്റെ ഒരു കാല് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൺട്രോൾ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഫസ്റ്റ് ടൈം അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാ. അങ്ങനത്തെ പ്ലെയർ വൻ മിസ്സായി പോയി. ഇവനിൽ നിന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബെല്ലാമിയുടെ കാര്യം പറഞ്ഞല്ലോ. ബെല്ലാമി പോലെ തന്നെ എനിക്ക് ബെല്ലമിയുടെ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചുകൂടി ഇയാഗോ ആസ്പാസ് ആയിട്ട്. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടുള്ളൂ. ഇയാഗോ ആസ്പാസ് ഇതുപോലെ ലിവർപൂളിലേക്ക് വന്നു, അതുപോലെയുള്ള വർക്ക് റേറ്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്തു. അതുപോലുള്ള മറ്റ് പല പൊസിഷനിലും കളിക്കാൻ പറ്റും. എനിക്കറിയാം ഇയാഗോ ആസ്പാസ് ഒക്കെ 90 മിനിറ്റ്സ് ആയാലും ഓടി നടന്ന് അങ്ങനെ കളിക്കുന്ന പ്ലെയറും കൂടിയാണ്. നമ്മൾ ഡ്രിബിളിങ്ങിന്റെ കാര്യം ഇതൊക്കെ പറഞ്ഞു, പക്ഷെ സ്പെയിനിൽ ഇതുപോലെ എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റും ആൾക്ക്. അങ്ങനെയായിരുന്നു എനിക്ക് അതാണ് എക്സൈറ്റ്മെന്റ്. സുദീപ് പറഞ്ഞില്ലേ, അത് സോറി ഇന്റർപ്റ്റ് ചെയ്യുന്നതിന്. അതായത് സ്പാനിഷ് ലാമാസിയ കെസ്റ്റിയ കളിച്ചു വരുമ്പോ നമുക്ക് ഫുട്ബോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പം പണ്ട് ഡാർവിൻ നൂനേസിനെ സൈൻ ചെയ്തപ്പോഴും മറ്റു കുറച്ച് റോ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തപ്പോഴും ആ റോനെസ് അവരുടെ കളിയിലുണ്ടായിരുന്നു. ഇവന്റെ റോനെസ് ചിലപ്പം ബ്രെയിനിലും ആയിരിക്കും, അതായത് കളി ശീലം. പക്ഷെ ബോളിനെ എങ്ങനെ ഫുട്ബോൾ കളിക്കണമെന്ന് പഠിച്ചു ഒളിപ്പിക്കേണ്ട അവസ്ഥ വരില്ല. കാരണം ഹി വിൽ നോ വാട്ട് ടു ഡു വിത്ത് ദ ബോൾ അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോ പ്രീ സീസണില് പ്രശ്നങ്ങളാണ്. കാരണം വേൾഡ് കപ്പ് സ്ക്വാഡിലാണ്. പ്രീ സീസൺ കിട്ടില്ല എന്തായാലും. ഇവിടെ ലിവർപൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ സീസൺ. ഞാന് ഇത് ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞപ്പോ അല്ല, എന്തായാലും ലീവ് കൊടുക്കും. പറഞ്ഞു ഞാൻ കൂടുതലും സംസാരിച്ച മറ്റേ ലാലിഗ ഫാൻസിനോട്, മീൻസ് ബാഴ്സ, റിയൽ മാഡ്രിഡ്. അവർക്ക് ഇത്രയും കൂടിയും ഞാൻ അവരോട് ഞാൻ സംസാരിച്ചപ്പോ നമുക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ ഫൈനൽ തേർഡിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇഷ്യൂസ് അവർക്ക് പലപ്പോഴും അവര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മറ്റേ ക്രിസ് പറഞ്ഞ പോലെ നമ്മള് കൂടുകയല്ല, കാര്യമായിട്ട് അത്ര എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്ത് മീൻസ് അങ്ങനെ വല്ലാത്തൊരു എക്സ്പെക്ടേഷൻ വെക്കേണ്ട കാര്യമില്ല. ലെറ്റ് ഹിം പ്ലേ. അറിയോളയുടെ സിസ്റ്റമാണ്, അതില് അവൻ കളിക്കട്ടെ. കളിച്ച് അവന് ഡെവലപ്പ് ചെയ്യാനുള്ള വീക്ക്നെസ് ചിലതൊക്കെ ഉണ്ട്, അവന് ഇംപ്രൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാനായിട്ട്. അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്രീമിയർ ലീഗും ലിവർപൂളും. അതായത് ആ ട്രാൻസ്ഫർ വാല്യൂ വിൽ ഹെൽപ്പ് ഹിം. 35 മില്യൺ എന്ന് പറയുമ്പോ വേർഡ്സിനുണ്ടായ ഒരു പ്രഷർ അവനുണ്ടാവില്ല. ഹി ക്യാൻ ഡെവലപ്പ് ഹിസ് ഗെയിം. എനിക്കും ഇനിയിപ്പം വരാൻ പോകുന്ന ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് പറയാം. എനിക്കും വേണ്ടത് ഇങ്ങനത്തെ പ്ലേയേഴ്സ് ആണ്, പീപ്പിൾ ഹു ക്യാൻ
നെക്സ്റ്റ് ലെവൽ ഇപ്പം സാഡിയോ ഇവിടെ വന്നു, നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ഈവൻ യു ക്യാൻ സേ സോബോസ് ലൈക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. മെക്കാലിസ്റ്റർ ലാസ്റ്റ് സീസൺ ഒഴിവായാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ഗ്രാവൻബർച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ശരിക്കും നമ്മൾ അങ്ങനത്തെ പ്ലേയേഴ്സിനാണ് സൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ വേർഡ്സ് ശരിക്കും ഒരു സ്റ്റെപ്പ് ബാക്കോട്ടാ പോയത്. നമ്മളത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഹി ഡിഡ് നോട്ട് കിക്ക് ഓൺ ടു ദ നെക്സ്റ്റ് ലെവൽ. ഇസാക്ക് ഐ ഹാവ് സിമ്പത്തീസ്. ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്കിറ്റിക്ക് ആക്ച്വലി റേസ്ഡ് ഹിസ് ഗെയിം, കുറച്ചും കൂടി ഒരു ബെറ്റർ കളിയിലേക്ക് വന്നു. സോ ഇനിയിപ്പോ നമ്മൾ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് ഏത് പ്രൊഫൈലിലായിരിക്കും? ഞാൻ പറഞ്ഞാൽ മതിയോ? ഞാൻ പറയാം. ഇനി ചെയ്യുന്ന പ്രൊഫൈൽ ഇപ്പോ അക്കാഡമി ട്രെയിനിന്റെ കാര്യം പറഞ്ഞു. അപ്പോ ചില റൂമേഴ്സ് ഡയമണ്ട് അങ്ങനത്തെ അല്ല, ഡയമണ്ട് ഒരു റോ പ്ലെയർ ആണ് വരാൻ പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ 100 മില്യൺ പ്ലെയർ ആണ്. അങ്ങനെയുള്ളൊരു പ്രൊഫൈല് ചിലപ്പോൾ വരാം. ഇനി മിഡ്ഫീൽഡിൽ എങ്ങനെയുള്ള പ്രൊഫൈൽ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഗണേശ് അന്ന് വളരെ വിശദമായിട്ട് അന്ന് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഗണേശ് വലിയ മിസ്സായി ശരിക്കും ഈ സിസ്റ്റത്തില്. ഇപ്പോ ഇറയോളയ്ക്ക് പറ്റിയ ഒരു പ്രൊഫൈലുള്ള മിഡ്ഫീൽഡർ ഇതിലുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്ലെയറെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ എനിക്ക് എന്നാലും ഫീൽ ചെയ്യണത് മെക്കലിസ്റ്റർ പോയാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നാണ്. കാരണം മെക്കലിസ്റ്ററിന് പല റോളുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ അടുത്തൊക്കെ നമ്മൾ കാണുന്നതാ. കുറേം കൂടി ഒരു ബോൾ വിന്നിങ് ആയിട്ട് മിഡ്ഫീൽഡർ പോലെയാണ് അവിടെ കളിക്കുന്നത് കുറേം കൂടിയൊക്കെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും. പിന്നെ റൈറ്റ് ബാക്ക് പൊസിഷനാണ് അവിടുത്തെ ഒരു പ്രൊഫൈല്. ഫ്രിംപോങ്ങിന്റെ അതേ പ്രൊഫൈലും മതിയാവോ എന്നുള്ളതില്ല. ഫ്രിംപോങ്ങിനെ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ പ്രീ സീസണിലൊന്ന് നോക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സൈനിങ് എന്തായാലും വേണ്ടി വരും അവിടെ. കാരണം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ റയോളയുടെ ടൈപ്പ് പ്രൊഫൈലാണ് ഓൾറെഡി. കർക്കസ് ഫുൾ മുകളിലേക്ക് അറ്റാക്ക് ചെയ്യും ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ലെഫ്റ്റ് ബാക്ക്. മറ്റേതൊരു റൈറ്റ് വിങ് ബാക്ക് ആണ് ഈ ഫ്രിംപോങ്. ഫ്രിംപോങ്ങിന് റൈറ്റ് വിങ്ങിലാണോ കളിപ്പിക്കുക റൈറ്റ് ബാക്കിലാണോ എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ഈ കർക്കസിന്റെ സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്ന റൈറ്റ് സൈഡിലെ ഒരു റൈറ്റ് ബാക്കിനെ മേടിച്ചാൽ അത്ഭുതപ്പെടും. ഇതെനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ഒരുപാട് ഇതുണ്ടല്ലേ, എന്താണ് എനിക്ക് അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ ട്രാൻസ്ഫർ എപ്പിസോഡ് നീട്ടി വെച്ചതും. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നേരത്തെ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്നു. പിന്നെ ഒരു ട്രാൻസ്ഫർ പിക്ചർ ഇപ്പം നമ്മുടെ ടാക്ടിക്കൽ ഗുരുവായ ഓബിന് വരെ നമുക്ക് ട്രാൻസ്ഫർ പിക്ചർ ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം ആരൊക്കെ പോകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാലേ രണ്ടാമത് പിന്നെ എങ്ങനെയാണ് ഇറയോള കളിക്കാൻ പോകുന്നു എന്നുള്ള അറിഞ്ഞാലേ നമുക്ക് എന്ത് വേണം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് കാണുമ്പോൾ അറിയാം. അതായത് എന്തായാലും ഇപ്പം ഒരു ഫോർവേഡ് സല പോയത് കൊണ്ട് 2 ഫോർവേഡ് എന്തായാലും വേണം. പക്ഷെ പിന്നെ സെന്റർ ബാക്ക് കൊണാട്ടെ പോയത് കൊണ്ട് ഒരു സെന്റർ ബാക്ക് വേണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല ബിക്കോസ് ഓഫ് ലിയോണി ആൻഡ് യാക്കറ്റ് നേരത്തെ വന്നതുകൊണ്ട്. ഇതല്ലാതെ മിഡ്ഫീൽഡിന്റെ കാര്യം ഈ മെക്കാലിസ്റ്ററിന്റെയും എലിയറ്റിന്റെയും കർട്ടിസിന്റെയും ബ്രാഡ്ലിയുടെ ഇഞ്ചുറിയുടെ എക്സ്റ്റെന്റ്, ഹ്യൂഗോയുടെ ഇഞ്ചുറിയുടെ എക്സ്റ്റെന്റ്, ഇതൊന്നും അറിയാണ്ട് നമുക്ക് ഇവനെ വേണം അവനെ വേണമെന്ന് പറയാൻ പറ്റില്ല അല്ലെ സോബിനെ? ഇപ്പൊ ഫ്രിംപോങ് നമ്മൾ ഇപ്പോഴും പറയുന്നു അവന് വിങ് ബാക്ക് ആണ്, വിങ്ങറും അല്ല ഡിഫൻഡറും അല്ല, വിങ് ബാക്ക് ആണ്, നടുക്ക് മാത്രമേ കളിക്കാൻ പറ്റൂ എന്നുള്ളത്. ബട്ട് വാട്ട് ഈഫ് എറയോള വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും ആവല്ലോ. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത് 4-2-3-1 കളിക്കുകയാണെന്നെങ്കിൽ, സപ്പോസ് 4-2-3-1 or 4-3-3 വാട്ട് എവർ അവർ എറയോള വാണ്ട്സ് ടു പ്ലേ, സോബോസ്ലൈ എവിടെ കളിക്കും? വേർഡ്സ് നമ്പർ 10 ആണ് കൺഫേംഡ്. ഇസാക്ക് നമ്പർ 9 ആണ്, അതും കൺഫേം ചെയ്തതിന്. ഇനി അപ്പുറത്തുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ there is an option where Szoboszlai goes right wing. മറ്റേ ഈ ഹഗ് ചെയ്യുന്ന വിങ്ങർ അല്ല, അതെ ഒരു റൈറ്റ് ഫോർവേഡ് പോലെ കളിക്കുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വിങ്ങർ ആവശ്യം വരില്ല. നമുക്കൊരു എക്സ്ട്രാ സെന്റർ മിഡ്ഫീൽഡറിന് വേണം. അപ്പോ സോ എങ്ങനെ കളിക്കുന്നു, ഈ സ്ക്വാഡിനെ എങ്ങനെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനനുസരിച്ചിരിക്കണം. സോബോസ്ലൈ മിഡ് ആണെന്ന് കൺഫേം ആക്കിയാൽ നമുക്ക് റൈറ്റ് ഫോർവേഡിന് വേണ്ടി വരും. റൈറ്റ് ഫോർവേഡ്, റൈറ്റ് വിങ്ങോ, റൈറ്റ് സൈഡിൽ കളിക്കുന്ന ആരെങ്കിലും. സോബോസ്ലൈ ആണ് റൈറ്റ് ഫോർവേഡിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മിക്കവാറും വേണ്ടി വരും ഒരു സെന്റർ മിഡ്ഫീൽഡർ ആണ് ഹു ഇസ് മോർ ഡിഫെൻസീവ് ദാൻ ഒഫെൻസീവ്. എന്റെ ഇത് പ്രകാരം സോബോസ്ലൈ ഈസ് ഗോയിങ് ടു പ്ലേ ബിഹൈൻഡ് വേർഡ്സ്. എനിക്ക് തോന്നുന്നു ഇപ്പം അലക്സ് സ്കോട്ട് ഒക്കെ കളിച്ച പൊസിഷനിൽ ഒരു ബോക്സ് ടു ബോക്സ്
മിഡ്ഫീൽഡർ ആയിട്ടായിരിക്കും സൊബോസ്ലെ കളിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് അതാണ് ഒരു കാര്യം നമുക്ക് കൂടി. അറിയില്ല. പറഞ്ഞു സുസീബ്. ഒരു കാര്യം കൂടി, സൊബോസ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, സൊബോസ്ലൈ സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ കുറച്ചും കൂടി ഒരു സേഫ് പാസർ റോളിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് ലൈൻ ബ്രേക്ക് ചെയ്ത് പാസ്, റിസ്കി പാസുകളൊന്നും എടുക്കാത്തൊരു സ്റ്റൈലായിരുന്നു സ്ലോട്ടിന്റെ ഇതിൽ. പക്ഷെ ഇറയോളയുടെ കുറച്ചും കൂടി ഈ കൗണ്ടർ പ്രസ് ചെയ്ത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പറഞ്ഞത്. അപ്പൊ സൊബോസ്ലൈയുടെ പ്രൊഫൈല് തന്നെ മാറാം വേണമെങ്കിൽ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അതെ, കുറെ ക്ലാരിറ്റി വരാനുണ്ട്. ഓവറോൾ എന്താ പറയാ, നമുക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയ കാര്യമാണ്. കാരണം കേർട്ടിസിന്റെ ട്രാൻസ്ഫറും മെക്കാലിസ്റ്ററിന്റെ ട്രാൻസ്ഫറും എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് മേക്കപ്പ് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാനും എനിക്കൊന്ന് ഇറയോളയ്ക്ക് വരെ പറ്റുള്ളൂ. കാരണം ഇറയോളം വെയിറ്റ് ചെയ്യായിരിക്കും ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്. കാരണം ഹ്യൂസിന്റെ കയ്യിലാണ് സ്വരൂപേപ്പറ. ഈവൻ ചില സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പൊ കേർട്ടിസിന്റെ കാര്യം പറഞ്ഞു. കേർട്ടിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഇറയോളയുടെ അണ്ടറിൽ കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലെയർ ആണ്. ബട്ട് അയാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് പോവോ അതോ നിൽക്കുവോ, കോൺട്രാക്ട് റിന്യൂ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അതേപോലെ നമ്മുടെ ടീമില് വേറെ നമ്മൾ എപ്പോഴും കാണാത്ത ഒരു പ്ലെയർ ഉണ്ട്, എപ്പോഴും ഇൻജേർഡ് ആണ്. അത് സ്പാനിഷ് ആണ്, ബെക്സറ്റിക്. അയാളും ഇൻ ടു ഹിസ് ലാസ്റ്റ് ഇയർ. അതൊരു DM ആണ്, മിഡ്ഫീൽഡർ ആണ്. അപ്പോ അയാളുടെ ഈ പ്രീ സീസൺ എങ്ങനെയാണ്, അയാൾക്ക് ഇനി നെക്സ്റ്റ് അയാളുടെ കരിയറിലെ നെക്സ്റ്റ് ബ്രേക്ക് മീൻസ് ഇവിടെ തുടരുകയാണോ അതോ വേറെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേറൊരു ക്ലബിലേക്ക് പോവുകയാണോ, അതും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മളിപ്പോഴും നമ്മൾ ചിന്തിച്ചവിടെ ഇരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നടക്കണേന്നുള്ളതും പ്രീ സീസണിൽ എന്താ നടക്കാൻ പോണെന്നുള്ളതും നമുക്ക് നമ്മള് ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കും. കുറെ കാര്യങ്ങൾ നടക്കാനുണ്ട്. അതെ, ബാജഡിച്ചിന്റെ കാര്യം പറഞ്ഞ പോലെ ബാജഡിച്ചിന്റെ കാലിൽ ജീവനുണ്ടെങ്കിൽ എന്തായാലും ഇറയോള കളിപ്പിക്കും. ഇറയോള സ്റ്റൈൽ ഓഫ് പ്ലെയർ ആണ്. എന്തായാലും കുറെ ഡൗട്ട്സ് ഉണ്ട്, കുറെ ക്ലാരിറ്റി വരാനുണ്ട്. എന്നാലും തുടക്കം എന്ന രീതിയിൽ ഒരു സ്പാനിഷ് ഇന്റർനാഷണൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ ബാച്ചറ്റിക്കിന്റെ പറഞ്ഞ പോലെ എലിയോട്ട് രണ്ടുപേരും ഇപ്പോ നേരത്തെ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഓഫ് സീസണിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണ്. അതെ, കേർട്ടിസിന്റെ ട്രാൻസ്ഫർ, എലിയറ്റ് എന്താണ് ഫ്യൂച്ചർ, ബാജറ്റിച്ചിന്റെ ഫ്യൂച്ചർ എന്താണ്, മെക്കാലിസ്റ്റിന്റെ ഫ്യൂച്ചർ എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആർ ലെഫ്റ്റ് അൺആൻസേർഡ്. പ്രത്യേകിച്ച് പുതിയ മാനേജർ വരികയാണ്. പുതിയ സീസണിലൊക്കെ വരുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന രീതിയിൽ വളരെ അധികം പ്രതീക്ഷ നൽകുന്ന ഒരു സൈനിങ് ആണ്, ഒരു വാം സൈനിങ് ആണ്. ഒരു റിസ്ക് എലിമെന്റ് കുറവാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ക്ലബിൽ അയാളുടെ പീക്ക് എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. വിക്ടർ മുനിയോസ് ഇസ് എ റെഡ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാവും എന്നറിയുന്നു. ഇന്ന് മെഡിക്കൽ എല്ലാം കഴിഞ്ഞു എന്നറിയുന്നു. 6 വർഷത്തെ കോൺട്രാക്ട് ആണ്. സോ ലെറ്റ് us വെൽക്കം ദ ന്യൂ പ്ലെയർ ഇൻ ദ ന്യൂ ഇറ. അല്ലെ, മറ്റ് സൈനിങ്ങും മറ്റ് ക്ലബ്സിന്റെ സൈനിങ്ങും മറ്റ് പ്ലെയേഴ്സിന്റെ ഫ്യൂച്ചർ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ട്രാൻസ്ഫർ സ്പെഷ്യൽ നമ്മൾ ഈ വീക്കെൻഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും വിക്ടർ മ്യൂനിയോസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ട്രാൻസ്ഫർ ബുള്ളറ്റിൻ